പാലോട് രവിയുടെ ഫോൺ സംഭാഷണ വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന്. പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെയാണ് ശക്തന് ചുമതല നൽകിയിരിക്കുന്നത്. അതേസമയം പാലോട് രവിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മൂന്നാമതും ഇടതു സർക്കാർ അധികാരത്തിലെത്തുമെന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തായത്. ഇതിനു പിന്നാലെ രാത്രിയോടെ പാലോട് രവി രാജിവെക്കുകയായിരുന്നു. പകരം തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകി. ഇന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ്, മുൻ മന്ത്രി, മുൻ സ്പീക്കർ, തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയായ N ശക്തന് നൽകിക്കൊണ്ട് തീരുമാനമെടുത്തു. ആ സതുദ്ദേശത്തോടെ പറഞ്ഞതിൽ തന്നെ ജാഗ്രത കുറവ്, അതാണ് കൃത്യമാക്കുന്നത്. ജാഗ്രത കുറവുണ്ടായിരുന്നു. അതേസമയം മറ്റ് DCC പ്രസിഡന്റുമാരെ മാറ്റുമ്പോൾ തിരുവനന്തപുരത്തും സ്ഥിരം DCC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തും എന്നാണ് സൂചന. അതുവരെ N ശക്തനായിരിക്കും DCC പ്രസിഡന്റിന്റെ ചുമതല. ചെയ്യാത്ത കുറ്റത്തിനാണ് പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നാണ് N ശക്തന്റെ വിശദീകരണം. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ഒറ്റ വാചകത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ മാറിയത് ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സംസാരിച്ചു വന്നപ്പോൾ വന്നുപോയ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് തെറ്റുള്ളത്. പാലോട് രവിയുടെ പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നുമാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്. നിയമസഭയിൽ കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴുമെന്നും LDF ഭരണം തുടരുമെന്നും പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.